രണ്ടുപേരെ ഞാൻ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചു അന്ന് പത്തനാപുരത്ത്. ഈ രണ്ടുപേരും കൊട്ടാരക്കര കോടതിയിൽ എനിക്കെതിരെ കള്ളസാക്ഷി പറയുകയും എന്നെ കേരളത്തിൽ എനിക്കെതിരെയുള്ള ഏക ക്രിമിനൽ കേസിൽ അത് കോൺഗ്രസ്സുകാർ കൊടുത്ത കേസാണ്. അതിൽ കള്ളസാക്ഷി പറയുകയും കാണാത്ത കാര്യം, കേൾക്കാത്ത കാര്യം, അറിയാത്ത കാര്യം പച്ചയായ കള്ളസാക്ഷി പറഞ്ഞ രണ്ടുപേരും പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിലേക്ക് പാർട്ടി സെലക്ട് ചെയ്തിരുന്നുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടെ നിന്ന് പ്രവർത്തിച്ച, നമ്മളെ സ്നേഹിച്ച, നമ്മളെ സഹായിച്ച. അപ്പോൾ നാളെ ഒരാൾ നമ്മളോട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാളെ എടുക്കണ്ട. സ്റ്റാഫുകളുടെ ഒരു യോഗ്യത അതെങ്ങനെയായിരിക്കും? മാനദണ്ഡം എന്താണ്? സാമ്പത്തികമായ മറ്റു തരത്തിലുള്ള ക്രമക്കേട് നടത്തിയാണല്ലോ എടുക്കുന്നത്. പിന്നെ പാർട്ടി ശുപാർശ ചെയ്യും. പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർ വർഷങ്ങളായിട്ട് അവർ ശമ്പളം കൊടുക്കാതെയും ശമ്പളം കൊടുത്തുമൊക്കെ എനിക്കൂടെ നിന്ന് പ്രവർത്തിക്കുന്നു. അവരെ മാത്രമേ എടുക്കുന്നു. വേറെ എല്ലാവരും കൂടെ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ട് നാട് നന്നാവില്ല, അതുകൊണ്ട് അവരും നന്നാവില്ല. ഇനി എൻ്റെ അനുഭവം വളരെ വലിയ ദുരനുഭവമാണ്. കാരണം രണ്ടുപേരെ വെച്ചത് രണ്ടുപേരും കാണാത്ത കേൾക്കാത്ത കാര്യം ഒരു കോടതിയിൽ വന്ന് ബഹുമാനായ ജഡ്ജിയുടെ മുമ്പിൽ കള്ളസാക്ഷി പറഞ്ഞു എന്നുള്ളത് ജീവിതത്തിലൊരു ഹൃദയഭേദകമായ കാര്യം. പിന്നെ ഈ കള്ളസാക്ഷി പറയുന്നവൻ ഞാൻ ദൈവവിശ്വാസിയാണ്. കള്ളസാക്ഷി പറയുന്നവൻ എന്താണ് അനുഭവം എന്നുള്ളത് ദൈവം തമ്പുരാൻ തീരുമാനിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷേ നന്ദികേടാണ്. കാരണം ഞാൻ കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് സ്റ്റാഫിൽ നിർത്തി ലോ കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്ത് പഠിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്ത് എല്ലാം കൊണ്ടുവന്ന ഒരാളാണ് എനിക്കെതിരായിട്ട് കള്ളസാക്ഷി. പരിപൂർണമായ കള്ളസാക്ഷിയാണെന്ന് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. ചുമ്മാ വായിച്ചാൽ മനസ്സിലാവും ഇത് കള്ളമാണ് പറയുന്നത്. ഇന്നലെ തന്നെ പ്രതിപക്ഷത്തിന്റെ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ വരുന്നതുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കുന്നത്. ഇനി അത് തുടരാനുള്ള സാധ്യത അല്ല, അവരെന്തായാലും ബഹിഷ്കരിക്കും. ഒരു കാരണം, വളരെ ചെറിയൊരു കാരണം, നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ച് എന്ത് കുറ്റം ചെയ്തു? നവകേരള സദസ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നവകേരള സദസ്സ് ബഹിഷ്കരിച്ചായിട്ട് പ്രഖ്യാപിച്ചു. കാര്യം എന്താണെന്ന് അറിയണം. ഇവിടെ യു.ഡി.എഫ് സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി എല്ലാ ജില്ലകളിലും പോയി കോടിക്കണക്കിന് രൂപയാക്കി പ്രോഗ്രാം നടത്തി. ആ പ്രോഗ്രാം ഇടതുപക്ഷ മുന്നണി ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. എം.എൽ.എമാർ പോയില്ല, പഞ്ചായത്ത് മെമ്പർമാർ പോയി കാണും, അവർ ജനങ്ങളുടെ കാര്യം ഉണ്ടുകൊണ്ട് പോയി കാണും, അതിന് പൈസ ചിലവാക്കി. അവിടെയൊന്നും പോയി എൽ.ഡി.എഫ് പ്രവർത്തകർ കരിക്കൊടി കാണിക്കാനും അവർ മുഖ്യമന്ത്രിയെ ആക്രമിക്കാനും വട്ടം ചാടാനും ഒന്നും പോയില്ലല്ലോ. വളരെ സുഗമമായി അദ്ദേഹത്തിന് എല്ലാ ജില്ലകളിലും പോകാനും രാവിലെ മുതൽ രാത്രി വരെ ഒരു സെക്യൂരിറ്റിയും ഇല്ലാതെ. കാരണം സെക്യൂരിറ്റി നമ്മളിപ്പോൾ എൽ.ഡി.എഫ് വേണം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ സെക്യൂരിറ്റി വേണ്ടേ? ഈ അലിമ്പുണ്ടാക്കാൻ നടക്കുന്നവർക്ക് എന്തെങ്കിലും ബോധമുണ്ട്? എൻ്റെ പടം പേപ്പറിൽ വരണം എന്നുള്ളതിനപ്പുറത്തേക്ക് വേറെ ആഗ്രഹമില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം ഓരോ ദിവസവും നൽകുകയാണ്. എന്നും പറഞ്ഞൊരു വിലയും വല്ലപ്പോഴും പറഞ്ഞൊരു വിലയും എന്നും നമ്മൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരാളെ കുറ്റം പറയും. ജീവനീയത എന്ന് ജോലി നമ്മൾ ധരിക്കും. പറയേണ്ട കാര്യങ്ങൾ പറയണം. എന്നെ വീഴ്ചരിക്കാൻ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ പേരിൽ ഏത് കുറ്റം? കോൺഗ്രസ്സുകാരന്മാർ കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ അതാണ് എൻ്റെ കുറ്റം. എവിടെയാണ്? CBI നൽകിയ റിപ്പോർട്ടിൽ എൻ്റെ പേരോടെ പറഞ്ഞിരിക്കുന്നു. കൂടാതെ മുഖ്യമന്ത്രിയുടെ പേരോടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പേര് ചുമ്മാ ഒരു അറിയാത്ത വായിച്ചു നോക്കണം. മലയാളത്തിലെ പേജ് വായിച്ചു നോക്കണം. അതെ, അത് ഈ മലയാളത്തിലെ മുഖ്യധാര പത്രത്തിന് ആദ്യത്തെ ഫ്രണ്ട് പേജിൽ വാർത്ത അടിച്ചു. അവർ പോലും മനസ്സിലാക്കാതെ. കാരണം അറിയാം, ഒരു ആ പത്രത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു കുഴപ്പം എൽ.ഡി.എഫിനെതിരെ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ്. നിങ്ങളെല്ലാം ആ റിപ്പോർട്ട് വായിച്ചു നോക്കി. ആ റിപ്പോർട്ടിൽ ഞാൻ എൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഹൈക്കോടതി അഭിഭാഷകർ രണ്ടുപേരെ കാണുകയും ഇത് വായിക്കാൻ കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞ ഇതിനകത്ത് എന്താണ്, നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചു. ഇതിനകത്ത് എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെയാണ്, നിയമ നടപടിക്ക് തന്നെ. അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റും പറഞ്ഞിട്ടില്ലല്ലോ, ആരോ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞത് ഞാനാന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കൂ? അതൊക്കെ ചുമ്മാ പറയാം. CBI റിപ്പോർട്ടിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ആ റിപ്പോർട്ട് ഔദ്യോഗികമായി തന്നെ കോടതിയിൽ നിന്ന് ഞാൻ അപേക്ഷ കൊടുത്ത് വാങ്ങിച്ചു. നിയമപരമായി തന്നെ ഒരു നിയമ നടപടിക്ക് വേണ്ടിയുള്ള നീക്കത്തിന് ഭാഗത്ത് ബഹുമാനായ വളരെ പ്രമുഖരായിട്ടുള്ള 2 അഡ്വക്കേറ്റ്സ്, ഏറ്റവും സീനിയറായിട്ടുള്ള അവരത് പഠിച്ചിട്ട് ചിരിക്കുകയാണ്. നിങ്ങളെ പറ്റി എന്തെന്നാണ് ഇതിനകത്തെന്ന് ചോദിച്ചത്. നിങ്ങളൊക്കെ വായിച്ചു നോക്കി. ചാനലിന് പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇത് വായിച്ചു നോക്കിയിട്ട് അവരൊന്നും ഇതിനകത്ത് ചില പേരൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഒരു പത്രം അത് പണ്ടുമുണ്ട്. LDF എന്ത് ചെയ്താലും അവർ ഇഷ്ടപ്പെടുത്തി.